നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. അതായത് സാധാരണ നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് തേങ്ങ വറുത്തിട്ട് തൊമരയൊക്കെ ചേർത്തിട്ട് പ്രത്യേക ഒരു കറിയായിട്ട് വരുന്നത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇത്രയും തൊമര ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളേ. ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ അതേണ്ട ഞാനത് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലിട്ടായാലും വെന്ത് പോകരുത്, വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പം ജസ്റ്റ് അത് ആ തൊമരയായിട്ട് തന്നെ കിടക്കണം വെന്തിട്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും തിരുമ്മി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി പൊളിച്ച് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ അതേണ്ട എൻ്റെ തൊമരതാണ്ടേ ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഞാനിത് ഒരു വിസിലേ കേൾപ്പിച്ചുള്ളൂ കേട്ടോ. ഒരു വിസിൽ കേട്ടത് കൊണ്ടാണ് ഈ രീതിയിൽ വെന്തത്. ഇങ്ങനെ ആകാൻ പാടുള്ളൂ, വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ആണോ തൊമരയായിട്ട് തന്നെ കിടക്കണം, എങ്കിൽ ആ ചോറിനകത്ത് ഈ കറി ഒഴിക്കുമ്പോഴൊരു രസമുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തിരുമ്മാൻ വേണ്ടിയിട്ട്. ചെറിയ തേങ്ങ, വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഹാഫ് മതിയാവും. അപ്പോൾ ചെറിയൊരു തേങ്ങയായിട്ട് ഞാൻ ഇതിനെ എടുത്ത് ഒന്ന് ബ്രൗൺ നിറം വന്നിട്ട് വറുത്തിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീനിച്ചട്ടി വെച്ചു. അതിലേക്ക് ഞാനൊരു ലേശം, കാരണം തേങ്ങ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ എടുത്തിടുക വറക്കാൻ വേണ്ടിയിട്ട്. ബ്രൗൺ നിറമാകുന്നത് വരെയും തേങ്ങയെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിത് വഴറ്റി കൊണ്ടുവന്ന് കാണിച്ചു തരാം, ബ്രൗൺ നിറമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേണ്ടേ ഞാൻ ആ സമയം കൊണ്ട് ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഈ പുളിയെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതാണ്ട് ഞാൻ ബ്രൗൺ നിറമാവുന്ന വരെയും തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു ചെറിയ എൻ്റെ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട്, അപ്പം മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ടേ. അപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ തന്നെ നന്നായിട്ട് ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത എണ്ണ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ വഴറ്റിയും എടുക്കാം. അപ്പോൾ തന്നെ ഞാൻ അടുത്ത ഒരു പാൻ വെച്ചു. ആ പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും കൂടെ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ ഞാൻ ഉള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തൊമരയും അത് വേവിച്ച് വെച്ചിരിക്കുന്ന തൊമരയും വെള്ളവും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിനി അരപ്പും കൂടി ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ അതേണ്ട ഞാൻ വഴറ്റിയ ഉള്ളിയും ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് അരപ്പെടുത്തിടുകയാണ്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണിത്. അരപ്പ് നന്നായിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഞാനിപ്പോൾ ഇത് ഗ്യാസ് കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാൻ ചെറിയുള്ളി വഴറ്റിയപ്പോഴേ ഞാൻ ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാലല്ലേ പെട്ടെന്ന് വഴറ്റിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താണ്ടേ ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ, നമുക്കിനി ഇതിലേക്ക് ആ പുളിവെള്ളവും കൂടി ചേർക്കാം കേട്ടോ. ഈ കറി വെച്ചിട്ട് ചോറുണ്ടാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം കൂടെ ഒക്കെ ഒഴിച്ചു. ഇപ്പോൾ പുളിവെള്ളമായി. ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിറം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ലേശം, എനിക്കാണെങ്കിൽ ഇച്ചിരി നിറം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുറച്ചുകൂടെ മുളക് പൊടി ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാന്നേ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോഴേ നമുക്ക് മസാലകളൊക്കെ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇടാമല്ലോ. ഇതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി കൂടെ മുളക് പൊടി കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്കിനി എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത്തിരി കടു പൊട്ടിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ കടുവും കറിവേപ്പിലയും മുളകൊക്കെ പൊട്ടിച്ച് ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ വേണ്ടേ
ഇത് ഇച്ചിരി നീളത്തിലായിരിക്കണ്ടേ കേട്ടോ ഈ കറി. കാരണം നമ്മൾ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനൊക്കെയാണ് ഈ കറിക്ക് ടേസ്റ്റ്. അല്ലാതെ കുറുകി നമ്മൾ തീയൽ പോലെ ആകരുത്. അപ്പം ഇങ്ങനെ ഇച്ചിരി നീളത്തിലിരിക്കുമ്പോൾ നമുക്ക് ചോറിനകത്ത് ഒരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് എല്ലാം കറക്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി കടുക് വറുത്തും കൂടി താളിച്ചും കൂടി അതിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തു. കണ്ട നല്ല അടിപൊളിയായിട്ടോ, പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടൊരു കറി. അപ്പം പിന്നെന്താ പറയുക, ആ ചോറിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചുമരയൊക്കെ ഇങ്ങനെ തന്നെ കിടക്കണം. കണ്ട ഇതുപോലെ. അപ്പം ഇങ്ങനെ തന്നെ കിടക്കുക തന്നെ ചെയ്യുകയും വേണം. അപ്പം ഇത് കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ, മാറ്റി കാണിച്ചു തരാം. ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിയ വിഭവം കണ്ടുവല്ലോ. അപ്പം ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. ചോറിനകത്ത് ഇത് ഒഴിച്ച് കഴിക്കണേ, എങ്കിലും ഇതിനുള്ള രുചി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ടാറ്റാ.